ഷേ, ആ കുട്ടമാമ കല്യാണം വിളിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നല്ല 2 സാരി എടുത്തോണ്ടിരായിരുന്നു. അതിന് സാരീന്റെ കാര്യത്തിൽ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഫുഡ് അടിച്ചാ പോരെ? പിന്നെ ഫുഡ് കഴിക്കാനാണോ കല്യാണത്തിന് പോണത്? അല്ലാതെ പിന്നെ കല്യാണ ചെറുക്കനും പെണ്ണിനും മേക്കപ്പ് ഇട്ട് ഒരുക്കി കൊടുക്കാനല്ലേ നമ്മുടെ പണി. എന്റെ പൊന്നപ്പ ജീവനോടൊക്കെ ആരെങ്കിലും പറയൂ? ഇവന് ഈ തീറ്റ തീറ്റ എന്നുള്ള വിചാരം മാത്രേ ഉള്ളൂ. പിന്നെ കഴിക്കാത്ത ഒരു മുതല്. അപ്പച്ചി, ഞാൻ എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി ബ്ലോഗ് എടുക്കും. ഈ ചേച്ചിക്ക് വ്ളോഗ് എന്നല്ലേ ചിന്ത മാത്രമേ ഉള്ളൂ? എന്റെ പൊന്ന ചേച്ചി, ഞങ്ങളടുത്തൊന്നും വരല്ലേ ക്യാമറ നോക്കിക്കൊണ്ട്. നീ പോടി അവിടുന്ന്, ഞാൻ ബ്ലോഗ് എടുക്കണേന്ന് നിനക്കെന്താ കുഴപ്പം? അപ്പച്ചി, ഇതൊക്കെ നാണം കെടുത്താനുള്ള പരിപാടി കേട്ടോ. മോളെ, നിനക്ക് വ്ളോഗ് എടുക്കണമെങ്കിൽ എല്ലാ കാഴ്ച ബംഗ്ലാവിലും പോയി എടുക്കും. അതാവുമ്പോ അവിടെയുള്ള ആൾക്കാരൊക്കെ നിനക്ക് മാച്ച് ആയിരിക്കും. അപ്പച്ചിയും കൂടെ പോരാ, അപ്പൊ അപ്പച്ചീനും ചേർത്ത് ഞാൻ എടുത്തോളാം. അതെ, നിനക്കൊന്നും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനെ പറ്റിയുള്ള ഒരു സെൻസ് ഇല്ല. ട്രെൻഡ് അറിഞ്ഞൂടാ, ക്ഷമിക്കണം. നിനക്ക് മാത്രമേ അറിയുള്ളൂ. അതെ, എനിക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളവിടെ പോയിട്ട് ആ ബ്രൈഡിന്റെ കോസ്റ്റ്യൂമും മേക്കപ്പും ഓർണമെന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാണ്ടല്ല എന്തു യൂസ് ആയിരിക്കും എന്ന് പറയും. മില്യൺസ് അടിക്കും, മില്യൺസ്. എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ നിക്കർ ഇട്ട് ഇന്നരാ, അത് ചേച്ചി വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്, നല്ല വ്യൂസ് കിട്ടും. നീ പോടാ അവിടെ നിന്ന്. നിന്റെ കിണക്കാച്ചി നിക്കർ കാണാതിരിക്കുന്നവരൊന്നല്ല എന്റെ ഫോളോവേഴ്സ്. അപ്പച്ചിയും മക്കളും കൂടെ ഒരു ചിരി. ചിരിക്കാനും പാടില്ലേ? എന്നെ കളിയാക്കിക്കൊണ്ടായിരിക്കും. അമ്മ എന്തിനാ ഞങ്ങൾ കളിയാക്കണ്? എന്നാ ഞാൻ നിങ്ങളെ കളിയാക്കാൻ വേണ്ടി വന്നാ. ഞങ്ങളെയോ? ഞങ്ങളെന്തിനാ കളിയാക്കുന്നത്? എടി, നിനക്കൊക്കെ നാണമില്ലേടി കുട്ടന്റെ വീട്ടിലെ കല്യാണത്തിന് പോവാൻ? അതിന് കല്യാണത്തിന് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടല്ലേ പോണ്. എന്നെ നിന്നെ വിളിച്ചോ കല്യാണത്തിന്? എല്ലാവരും വിളിക്കുമ്പോ ഞാനുണ്ടായിരുന്നില്ല കൂട്ടത്തില്. അയ്യടി, കുട്ടൻ പ്രകാശനെ മാത്രം വിളിച്ചതു. അതിന് എന്തുവാ പറയുന്നേ? പ്രകാശേട്ടന്റെ മുഖത്തൊക്കെയാണ് വിളിച്ചത്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞു എല്ലാവരും വരണോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ആ എല്ലാവരും ഞാനില്ലേ? ഓ, ഞാനുണ്ട്. ആ, അല്ല അച്ചമ്മീ, ശരിക്കും കുട്ടനാരാ? അതുപോലും അറിയാൻ മേലാത്ത നീയൊക്കെയാണോടി കല്യാണത്തിന് പോണത്? അയ്യേ, അതിന് പറയണത് പോയാ പോരെ. ശരിക്കും ആരാ കുട്ടമാമ? അതൊന്നും അറിയണ്ട. നീ വരില്ലല്ലോ കല്യാണത്തിന്? ഞാൻ വരുന്നുണ്ട്. ഞാൻ പോണ്ട്. അമ്മ നീ വരണ്ട. ആരാണെങ്കിലും ഇപ്പൊ എന്ത് കല്യാണത്തിന് പോയാ പോരെ? എന്നാ നീയൊക്കെ പൊക്കോടി. അതിന് ഞാനെന്ത് വേണം? അപ്പൊ അച്ചമ്മ വന്നില്ലേ? നിനക്കൊക്കെ നാണമില്ലേടി? ആ, നാണമില്ല. അതെ, ഞങ്ങക്ക് കുറച്ച് നാണമൊക്കെ ഉണ്ട്. എടേ, രക്തബന്ധത്തെക്കാൾ വലുത് സ്നേഹബന്ധമാണ്. എനിക്ക് ആ ബന്ധമുണ്ട്. നിനക്കില്ലേ? നീ വരണ്ട. നിനക്കില്ലേ സ്നേഹം? എനിക്ക് നല്ല സ്നേഹമുണ്ട്. ആ, നിനക്കില്ലേ സ്നേഹം? ആ, ഉണ്ട്. ആ, അത് മതി. അല്ല, എനിക്ക് വരണോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം മുന്നാട് കപ്പ് ചായ കുടിക്കും. വേറൊന്നും ഇല്ല. ഇന്ന് ഹിന്ദിക്കാര് സ്ഥലം കാണാൻ വരുമ്പോ അവരെയും കൊണ്ടുപോയി ചെലവ് ചെയ്യാൻ ഇത് വേണുക്കുട്ടന് കൊടുക്കാം. എന്താ ഒരു കള്ളലക്ഷണം? ഒരു കള്ളലക്ഷണവും ഇല്ല. മുഖത്തുണ്ടല്ലോ. ജന്മനാ ഉള്ളതാ, മാറത്തില്ല. എന്താണ്? അല്ല, അമ്മയില്ലാതെ നമ്മളെങ്ങനെ കല്യാണത്തിന് പോവാ? നമ്മൾ 5 പേരും കൂടെ കാറിൽ കയറി അങ്ങ് പോവും. അത് ശരിയാവൂല. അവിടെ എല്ലാരും ചോദിക്കത്തില്ലേ? ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് അമ്മയുടെ കൈയും കാലും ഒക്കെ കെട്ടി വണ്ടിക്കകത്ത് എടുത്തിട്ടുണ്ട് പോവാം. ആ, എന്നാ അങ്ങനെ കൊണ്ടുപോകും. എന്തൊക്കെ ഒന്ന് പറയാൻ വരുമ്പോ ഞാൻ അതൊന്നല്ല. നിങ്ങളമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. എന്തോ തെറ്റിദ്ധാരണ? നിങ്ങൾ പോയിട്ട് ഒന്ന് സോപ്പിട്ടിട്ട് പറഞ്ഞു നോക്ക്, അപ്പൊ ശരിയാവും. ആരോട്? അമ്മയോട്? ബെസ്റ്റ്. ഞാൻ പിടിച്ച മയിലിന് 4 കൊമ്പ് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന ആളുടെ അടുത്താണ് ഞാൻ പോയി ഉപദേശിക്കേണ്ടത്. നടക്കത്തില്ല മകളെ. ഞാനൊരു ഐഡിയ പറയാം. നീ പുന്നാര വരുമ്പോളല്ലേ, നീ പോയൊന്ന് ഉപദേശിക്കേ. എന്നിട്ട് വേണം അമ്മയുടെ വയലെ തെറിമ വീണ് ഞാൻ കേൾക്കാനല്ലേ? ഇങ്ങനെ എന്താ ആഗ്രഹം? അത് നടക്കാതെ വരിക. നിങ്ങൾക്കാവുമ്പോൾ നല്ല ശീല, ചീത്ത കിട്ടും. വേറെ പണി നോക്കിട്ടാ പോവണേ. എന്താ വേറൊരു കാര്യം പറയാ? എന്ത് കാര്യ പറ. നിങ്ങൾ കുട്ടമ്മാമനെ വിളിക്ക്. അത് ഐഡിയ. നീ മിടുക്കുക കേട്ടാ. കുട്ടമ്മാമനെ വിളിച്ചിട്ട് പറയാം, അമ്മയ്ക്ക് ചിക്കൻ കുനിയാണ്, അല്ലെ വേറെ എന്തെങ്കിലും ഒക്കെ മാരക രോഗമാണ്, അമ്മ കിടപ്പിലാണ്, വരില്ല എന്ന് പറയാം. അങ്ങനെയൊന്നും പറയാനല്ല പറഞ്ഞത്.
കുട്ടമ്മാവനെ വിളിച്ചിട്ട് പറയണം കുട്ടമ്മാവൻ ഇവിടെ കല്യാണം പറയാൻ വന്നപ്പോൾ അമ്മയെ സ്പെഷ്യലായിട്ട് കല്യാണം പറഞ്ഞില്ല, അതുകൊണ്ട് അമ്മ കല്യാണത്തിന് വരുന്നില്ല എന്നാ പറയുന്നതെന്ന് പറയണം. ഉള്ള സത്യം മുഴുവൻ പറയാനാ? അങ്ങനെ പറയണം. അതിനെന്താ? എടി അമ്മ പകുതിയാണെങ്കിൽ മറ്റേത് മുഴുഭ്രാന്താ. എന്റെ തലേ കയറി തന്തയ്ക്ക് വിളിക്കുമെങ്കിൽ. അല്ല, കുട്ടമ്മാവൻ ഒന്ന് വിളിച്ചെഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. പറ്റത്തില്ലെങ്കിൽ ആ പുലാവോ നീ വിളിക്കും? ഞാൻ വിളിക്കത്തില്ല. ഇനി വിളിച്ചു പറ, നിന്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടിയല്ലേ? ഇല്ല, എന്റെ അമ്മയല്ല കല്യാണത്തിന് വരേണ്ടത്, നിങ്ങളെ അമ്മയെ കല്യാണത്തിന് വരേണ്ടത്. ഞാൻ വിളിക്കത്തില്ല. ഓ, അങ്ങനത്തെ വേറെ കൃത്യമൊക്കെ ഉണ്ട്. എന്നാലേ എനിക്ക് നല്ല സൗകര്യമില്ല. എന്നാ വിളിക്കണ്ട. വിളിക്കണ്ട. എന്തെങ്കിലും ചെയ്യടി, ഞാൻ വിളിക്കത്തില്ല. വിളിക്കണ്ട. ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, ഞാനും വിളിക്കത്തില്ല. ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അങ്ങ് അയക്കാം, അപ്പോൾ എന്നെ ഒറ്റയടിക്ക് കാര്യങ്ങൾ നടക്കും. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ 5-ന്റെ നോട്ട് ഉണ്ടെങ്കിൽ അത് എനിക്ക് തരണം. എൻ്റെ പഴയ കറൻസി കളക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു. അതെ പ്രകാശി, പ്രകാശ് ഈ 5-ന്റെ നോട്ടുണ്ടോ പ്രകാശി? ഏത് പഴയ കാലത്തെയാ? പുതിയതില്ല. പഴയ 5-ന് പകരം നിനക്കൊരു പുതിയ പെടയ്ക്കുന്ന 500-ന്റെ നോട്ട് തരാം. എന്നാ വെച്ചോ. അയ്യോ, 500-ന്റെ നോട്ട്? അത് നിങ്ങളുടെ കൈയുണ്ട്? ഇത് എന്നാ സംഭവം? നിനക്ക് വെറുതെ തരുന്നതല്ല. നാളെ മറ്റേ ബോംബെക്കാർ വരത്തില്ലേ? അപ്പൊ ചെലവിന്റെ ആവശ്യത്തിന് വേണ്ടിയാ. ഇത്രയും വലിയ ഡീല് നടക്കുമ്പോൾ അതിന് 500 രൂപയാണോ പ്രകാശ് തന്നത്? ഡീല് തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഡീല് നടന്നു കഴിയുമ്പോൾ നിനക്ക് ഞാൻ 5000 അതിൽ കൂടുതലോ ഒക്കെ തരും. തരും. നാളെ അവര് വരുമ്പോ ഞാൻ എന്നെ പറയൂന്നുള്ളതാണ്. നിന്നെ കൊണ്ട് ഈസി ആയിട്ട് പറ്റൂടാ. അല്ല, ഞാൻ ചോദിക്കട്ടെ പ്രകാശ്, നിങ്ങളുടെ അമ്മ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞ് പ്രതിഷേധമായിട്ടിരിക്കുവാണല്ലോ, ആ കേസ് എന്നാ പറ്റി? അയ്യോ, അത് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാ. അമ്മാവൻ ഇവിടെ കല്യാണം ക്ഷണിക്കാൻ വന്നു. അപ്പൊ അമ്മയെ സെപ്പറേറ്റ് ആയിട്ട് ചെന്ന് കല്യാണം വിളിച്ചില്ല എന്നുള്ളതിന്റെ പ്രതിഷേധമാണ് അമ്മയ്ക്കുള്ളത്. എന്തൊക്കെ കാരണവും പ്രശ്നങ്ങളാണ് ഉണ്ടാക്കണതില്. ഇതിനൊക്കെ വലിയ കോമഡി എന്താണെന്നറിയോ? ഈ പ്രശ്നത്തിന് നമ്മുടെ ബുദ്ധിരാക്ഷസി പുഷ്പ ഒരു സംഭവം ഉപദേശിച്ചു. അതെന്താ കേക്കട്ടെ. ഞാൻ അമ്മാവനെ വിളിച്ചിട്ട് പറയണം, അമ്മാവ അമ്മയെ കല്യാണം സെപ്പറേറ്റ് ആയിട്ട് വിളിക്കാത്തതുകൊണ്ട് അമ്മ കല്യാണത്തിന് വരില്ല. അപ്പം അമ്മാവൻ ഈ കല്യാണത്തിന്റെ തലേന്ന് നേരെ അമ്മയെ വന്ന് കണ്ട്, അമ്മ അങ്ങനെ വിചാരിക്കരുതേ പെങ്ങളെ, കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ അങ്ങനെ നാളെ പെങ്ങള് അങ്ങോട്ട് പോകും കല്യാണത്തിന്. എങ്ങനെയുണ്ട്? ഇതിനകത്ത് എന്തോ ഇതിനകത്തും ചിരിക്കാതിരിക്കണേ? ചേച്ചി പറഞ്ഞ ന്യായമായിട്ടുള്ള കാര്യമല്ലേ ഇത്? എന്താ നാളെ കല്യാണമായിട്ട് ഇന്ന് അമ്മാവൻ അവിടുന്ന് പറഞ്ഞു വന്ന് കല്യാണം വിളിക്കണം? ഈ കുടുംബത്തിൽ ആർക്കും വെളിവില്ലേ? എന്റെ പ്രകാശ്, ഞാൻ അമ്മാവൻ വരേണ്ട കാര്യമുണ്ടോ? നമ്മളതുപോലെ ഒരു ഫോൺ ആരെങ്കിലും എടുത്തിട്ട് നമ്മൾ മാറി നിന്നിട്ട് അമ്മയെ ഫോൺ വിളിക്കണം, അമ്മാവൻ വിളിക്കണ പോലെ. അപ്പൊ അമ്മാവൻ ഈ വിഷയം അറിയോ ഇല്ല, അമ്മയ്ക്ക് സന്തോഷമാവും. അളിയാ, നീ ചില്ലറക്കാരനല്ല കേട്ടാ. ആൾതാമസം വേണം തലയിൽ. ബുദ്ധിരാക്ഷസനാ. പിന്നല്ലാതെ. നല്ല വെയിലത്ത് ഇറങ്ങി നടക്കരുതേ, ചോർന്നു പോകും. ഈ ബുദ്ധി നാളെ ഇറക്കിയാ മതി ഇന്ത്യക്കാരുടെ. നാളെ ഞാൻ എന്നാലും തകർക്കും. അതൊക്കെ ഞാൻ എന്റെ ഹിന്ദി നിങ്ങൾ നാളെ വന്നാ കേൾക്കാം. ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് സത്യത്തിൽ. ഈ കല്യാണം ആയതുകൊണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഈ ബോംബെക്കാരെ കാണാൻ നിന്റെ കൂടെ വന്നേനെ. ഒരുപാട് അങ്ങ് പറഞ്ഞ് അങ്ങ് ഷൈൻ ചെയ്ത് കയറല്ലേ. ഇതൊക്കെ പുഷ്പം പോലെ ഞാൻ ഡീൽ ചെയ്യരുത്. നീ ഡീൽ ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ അവര് ഹിന്ദി ഉപേക്ഷിക്കും, പിന്നെ അവര് മലയാളമേ സംസാരിക്കുള്ളൂ. വരാനും പറ്റില്ല, എന്നിട്ട് ആളെ വടിയാക്കാൻ വേണ്ടിട്ട്. ആദ്യം എഴുന്നേക്ക്, അമ്മയെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയണ്ടേ. നീ തന്നെ വിളിക്കൂടെ? അതൊക്കെ ഞാൻ വേറെ നമ്പറിൽ മിമിക്രി പോലെ ചെയ്യണേ. കല്യാണം വിളിച്ച അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങിയതാ, എനിക്കൊരു പുതിയൊരു സാരി മേടിച്ചല്ലേ. അവിടെ എല്ലാവരും നല്ല ഫാഷൻ സാരിയൊക്കെ ആയിരിക്കും ഉടുത്തിട്ട് വരുന്നുണ്ടാവുക. ഞാൻ മാത്രം ഉണ്ട് ഇങ്ങനെ കോട്ടൺ സാരിയും അതും ഇതൊക്കെ ഉടുത്തിട്ട് പോകണം. എന്ത് നാണക്കട ഇതൊക്കെ. തേക്കുമായിരിക്കുമല്ലേ? അല്ല, അലക്കുക ചെയ്യുന്നത് നമുക്കൊക്കെ മനസ്സിലാവുന്നില്ല. ഇതും കൂടെ ഒന്ന് തേച്ച് തരുമോ? നീ കഴിയില്ലേ? തേച്ചൂടെ? അമ്മ അച്ഛന്റെ മുണ്ട് ഷർട്ടൊക്കെ തേക്കുന്നുണ്ടല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. അച്ഛൻ എന്റെ ഭർത്താവല്ലേ, അതുകൊണ്ടല്ലേ തേച്ചു കൊടുക്കുന്നേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എന്നെ കെട്ടിച്ചു വിടും. എന്തിനാടി എവിടെയോ കിടക്കുന്ന ചെക്കന്റെ ജീവിതം നശിപ്പിക്കുന്നേ? അതല്ല, എന്നെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്റെ സാരി എന്റെ എല്ലാ സാധനങ്ങളും പുള്ളി തേച്ചോളൂല്ലോ. അപ്പൊ എന്റെ മോള് കല്യാണം കഴിക്കുന്നത് ചെക്കനെ കൊണ്ട് പണിയെടുപ്പിക്കാനാ? പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് അവൻ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണോ? കല്യാണം കഴിപ്പിക്കുന്നില്ല എന്റെ മക്കളെ, പോരെ? അങ്ങനെ പറയരുത്. അല്ല, അങ്ങനെയേ പറയത്തുള്ളൂ. എന്റെ കൂടെ തേച്ചതാ. എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? തേച്ചുതാ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഇത് എന്നെ തേച്ചിട്ട് എന്റെ കൈയൊന്ന് വേദനിച്ചു. എന്തുവാ കാണുന്നില്ലേ? തേച്ചിട്ട് ഇവിടെ വരെ ചുളിവ്. ഈ കോട്ടൺ സാരി ചുളിവ് പോകുന്നുണ്ടാ? അമ്മേ, എന്നാ ഞാൻ എവിടെയൊക്കെ തപ്പി നടന്നു, അമ്മേനെ കണ്ടില്ല. എന്താ, എനിക്കും തുണി തേക്കാറുണ്ടാ?
അതിനവൻ കല്യാണത്തിന് വരുന്നില്ലല്ലോ. അത് അവനാ തീരുമാനിക്കുന്നത്, ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഞാനാ തീരുമാനിക്കുന്നത്. അറിയാത്ത ആളുടെ കല്യാണത്തിന് വരാൻ എനിക്കൊന്നും വേണ്ടത്തില്ല. എടാ ഞങ്ങൾക്കും അറിയാത്ത ഒരാളാണല്ലോ, ഞങ്ങള് പോകണ്ടല്ലോ കല്യാണത്തിന്. നിനക്ക് എന്താ ഇത്രയ്ക്ക് പ്രശ്നം? നിനക്കൊന്നും നാണോ മാനോ ഇല്ലല്ലോ, അപ്പൊ നീയൊക്കെ പോകും, ഞാൻ വരൂല. നിനക്കവിടെ നാലും മാനമില്ലാത്ത കുട്ടമ്മ അവനെ നിങ്ങളെ നന്നായിട്ട് അറിയില്ലേന്ന്, നിങ്ങൾക്കെല്ലാം അറിയാത്തത്. ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്നത്, അല്ലാണ്ട് ഫോണും ചോണ്ടിരുന്ന് അറിയത്തില്ല. ഞാൻ ഒന്നും വരത്തില്ല, എനിക്കൊന്നും വയ്യ കുട്ടമ്മാവന്റെ കല്യാണത്തിനൊന്നും. അവനെ 5 രൂപ തൊട്ട് കൊടുത്ത് 50 രൂപ വാങ്ങാൻ പറ്റത്തില്ലല്ലോ കല്യാണത്തിന് വന്നു കഴിഞ്ഞാ. അതാ പ്രശ്നം. നീ ആ വേണുക്കുട്ടന്റെ വാക്ക് കേട്ടിട്ട് നടക്കുക. വേണുവങ്ങളോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞേ, അല്ലാതെ വേണുവങ്ങൾ ഇങ്ങോട്ടൊന്നും അല്ല പറഞ്ഞു. അവൻ എന്നോട് 2 നോട്ട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് 5 രൂപയുടെ. ആടാ ചതിയ വേണുവങ്ങൾ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാ. ഇന്ന് ഞാൻ ശരിയായി കൊടുത്താം. പെട്ടെന്ന് റെഡി ആവണേ. അവനെന്തിനാ റെഡി വേണുക്കുട്ടനെ ശരിയാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയത്? വേണമെങ്കിൽ അവനെ തേച്ചിട്ടുണ്ടാവും. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച. എന്താണ് ഈ പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ എന്തോ ചെയ്യാനാ? മറ്റേ സംഭവം ഡീൽ ചെയ്യണ്ടേ? അത് ഡീൽ ചെയ്യണം. നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചാ പോരെ? നീ സമ്മതിക്കുന്നില്ലല്ലോ. എന്റെ പ്രകാശ് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ നിങ്ങളുടെ അമ്മയുടെ ഫോണിനകത്ത് എന്റെ നമ്പർ കാണിയല്ലേ? ഓ അത് ശരിയാ. പിന്നെ എന്തോ ചെയ്യാം? ദേ നമ്മുടെ മനോഹരൻ ഉണ്ട്, അവന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. മനോഹരനായിട്ടുണ്ടല്ലോ. എന്താണ് ആശാനും ശിശുനും കൂടെ? ഓ ഞങ്ങൾ ചുമ്മാ ഒരു പുതിയ കച്ചവടക്കാരിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. അതെ, ഞാൻ കാണുന്ന കാലം മുതൽ നിങ്ങൾ രണ്ടും ഒരുമിച്ചാ, ഒരു ഗതിയും പിടിച്ചിട്ടില്ല. ഓ നീ പിന്നെ നന്നായിട്ട് ഗതി പിടിച്ചല്ലോ. പിന്നെ ഞാൻ ഗതി പിടിക്കാതോ? പണ്ട് ഞാൻ തലച്ചൊമ്പളായിട്ടാ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്, അറിയാലോ ചേട്ടന്. ഇപ്പൊ ഞാൻ ബൈക്കേല്. എന്തൊരു പുരോഗതിയാ. പിന്നല്ല. എടാ നിന്റെ ഫോണൊന്നും തന്നടാ. നിങ്ങളെ ഫോണില്ലയോ? നീ താടാ ഒരു കോള് വിളിക്കട്ടാ. അതിനിപ്പം പ്രകാശൻ വിളി. എന്താ നമ്മള് ഗതിയൊന്നും ഇല്ലടേ, ബാലൻസ് ഇല്ല, പുറത്ത് പറയാൻ പറ്റത്തില്ല. എന്താ ഉണ്ടല്ലോ. എന്ത് എന്നാ. അല്ല ഞാൻ വിളിച്ച എങ്ങനെ ശരിയാവും? നിങ്ങളുടെ അമ്മാവന്റെ ശബ്ദം എനിക്കറിയത്തില്ല. ഒരു വൃത്തികെട്ട ശബ്ദം, അത് അമ്മാവൻ തന്നെ ആയിരിക്കും. നീ വിളി. വൃത്തികെട്ട ശബ്ദമാണ് നിങ്ങൾ തന്നെ വിളി. എനിക്കത് ഓക്കെ ആവില്ല. ലോക്ക് അഴിക്കണ്ടേ? ലോക്കൊക്കെ ഉണ്ടോ? പിന്നെ ഭയങ്കര കച്ചവടം അല്ലേ, വലിയ ബിസിനസ്സുകാരനല്ലേ. വിളിക്കാൻ അങ്ങ് മാറി വിളിക്കും. കൊളാക്കല്ലോട്ടാ. അല്ല ആരെ വിളിക്കാൻ പോകുന്നു? അതെടാ ഒരു ചെറിയൊരു പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പുള്ളി ഒരു കോൾ വിളിക്കണം. എന്തോ ഉണ്ടല്ലോ. എന്തോ ഉടായ്പ നടക്കുന്നു. ഉടായിപ്പോ? ഓ ചേട്ടാ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് ഉടായിപ്പെന്ന് എങ്ങനെയാ പറയാൻ തോന്നുന്നത്? ഓ ശരി അത് ശരിയോ. നല്ല മനുഷ്യനാ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? നല്ലതായിട്ട് പോകുന്നു. നല്ല കച്ചവടം തന്നെ. നല്ല 2 ഷർട്ട് പീസ് എനിക്ക് വേണം തന്നെ കേട്ടാ. ഇതേ കൂട്ടി നീ ഇട്ടേക്കണം 2 ടീഷർട്ടും. ഓക്കെ നമ്മളെ നല്ല കളക്ഷൻ ഉണ്ട്. നല്ല കളക്ഷൻ ഉണ്ടോ? നീ ഒടുക്കത്തെ ബ്ലേഡാണ്, ഭയങ്കര കത്തിയാണ്. അത് നാട്ടുകാർ ഉമ്മ പറഞ്ഞുണ്ടാക്കണതല്ല. ആണല്ലേ? അടിപൊളി ഫോണാ കേട്ടോ. ആണോ? നല്ല തിളഞ്ഞ ശബ്ദം. അതൊക്കെ മേടിക്കുമ്പോ നല്ല ഫോൺ നോക്കി മേടിക്കണം, കാശ് കൊടുത്ത്. അപ്പൊ നല്ല ക്ലിയർ ആയിരിക്കും. ആണോ? അടുത്ത കച്ചവടം, സ്ഥലക്കച്ചവടം കഴിഞ്ഞ് നമുക്ക് ഇതേപോലത്തെ എന്നോട് പറഞ്ഞോ, ഞാൻ സെറ്റ് ആക്കി തരാം. ഓ പിന്നെ നമുക്കില്ലാത്ത പരിപാടി കൊള്ളാം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ത് ചോദിച്ചാലും. പിന്നെ EMI വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അത് സെറ്റ് ആക്കി തരും. എന്ത് വേണം? ബാങ്ക് വരെ അളിയന്റെ കഷത്തില്ല. ഇൻട്രസ്റ്റ് വേണ്ട. ആണോ? ഫോണിന്റെ പൈസ തന്നാൽ മതി. ഇപ്പം ഭയങ്കര സംഭവം. തുണിക്കച്ചവടം പോലെ തന്നെയാ. എടേ ഇതെനിക്ക് നല്ല ചേർച്ചില്ലേ? അപ്പച്ചെല്ലാം എടുക്കണം, വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. തൊട്ട് അല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ സൂപ്പർ അല്ലേ? അടിപൊളിയായിരിക്കും. പിന്നെ ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഒരു പച്ച ബ്ലൗസ് വേണോ നീല ബ്ലൗസ് വേണോ? ഏത് ബ്ലൗസ് ഇടണ്ടോ? ഞാൻ തീരുമാനിച്ചാണ്. ആ കിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുമായിട്ട് നല്ല മാച്ചായിരിക്കും. എനിക്ക് വയ്യ. എടേ പുഷ്പ എന്തിയടി? ആ അപ്പുറത്തെങ്ങാനും കാണും. അവളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോട് പറയാതെ എന്ത് കാര്യം? നിന്നോടും കൂടി പറയാനാ. എടി നിങ്ങളുടെ കുട്ടമാമൻ എന്നെ വിളിച്ചിരുന്നടി. തലേ ദിവസം നേരത്തെ ചെല്ലണമെന്ന് പറയാണോ വിളിച്ചത്? അല്ലടി, കല്യാണത്തിന് അന്ന് നേരത്തെ ചെല്ലണമെന്നു കാരണവന്മാർ സ്ഥലത്ത് നിന്ന് ഞാൻ എല്ലാം മുന്നോട്ട് നടത്തണമെന്നാ പറയുന്നത്. ഓ അപ്പൊ അമ്മ ഫീൽ അടിച്ചേർന്നത് കുട്ടമാമ അറിഞ്ഞാണ്. അതൊന്നും അല്ലടി, ഞാനും അവനും പണ്ടേ അങ്ങനെ അല്ലായിരുന്നോ? എന്നിട്ട് സ്നേഹമില്ലാത്തവൻ എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നിരുന്നേ. സ്നേഹമുള്ളവർ തമ്മിൽ അങ്ങനെക്കോ മിണക്കൊക്കെ ഉണ്ടാവും. അത് ശരി അച്ഛമ്മ. ഞാനും അച്ഛമ്മയും അപ്പച്ചി തമ്മിൽ എന്തൊരു പൊരിഞ്ഞടിയായിരുന്നു എന്നറിയുന്നല്ലേ. ഇപ്പൊ ഞങ്ങൾ കണ്ടില്ല, അടിയും ചക്കരയാ. നാളത്തെ കല്യാണത്തിന് ഞാനായിരിക്കും സ്റ്റാർ. ഞങ്ങളൊന്നും എന്നത് അച്ഛമ്മയ്ക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ? ആര് പറഞ്ഞു? നിങ്ങളെല്ലാവരും കൂട്ടിക്കൂട്ട് ചെല്ലണമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛമ്മ ഞങ്ങളെ പോണ്ടെന്ന് പറഞ്ഞല്ലോ. എടി അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞതാ. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു.
പിന്നെ അവര് നിങ്ങൾ വരുമ്പോഴുണ്ടല്ലോ എല്ലാരും ഒരുങ്ങി സുന്ദരികളായിട്ട് വേണം വരാൻ കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ഞാൻ അടിപൊളിയായിരിക്കും. നല്ല സാരിയൊക്കെ കൊടുത്തോണം കേട്ടോടി. നീ സാരിയാണ് കൊടുക്കുന്നത്? സാരി ഇല്ല അച്ഛമ്മ. അമ്മ നീ സാരി എടുക്കടി. എന്റെ കയ്യിൽ ഇല്ല സാരി. ഞാൻ ഏതെങ്കിലും ഡ്രസ്സ് നീ കളർ എടുത്തോ, അപ്പൊ മാച്ചിങ് നടക്കാം നമുക്ക്. ഒന്ന് ഇത് തരുമോ എനിക്ക്? ഇതല്ലേ എനിക്കാണോ? ആണോ? ഇതെന്റെ സാരി ആയിരുന്നു തോന്നല്ലോ. അപ്പൊ ആ നടന്ന് ആ എന്നാ ഞാൻ പോയി എല്ലാം ഇടുന്നു റെഡിയാക്കി വെക്കട്ടെ. ആ എന്നാ പോക്കോ. എന്റെ സാരി എടുത്തിട്ട് അച്ഛമ്മ ഒരുങ്ങിയാൽ നല്ല അടിപൊളിയായിരിക്കും. എടി ഇത് എടുത്താൽ നമുക്ക് സിബ്ലിങ്സ് എന്ന് പറയാം, തെറ്റിദ്ധരിപ്പിക്കാം. എനിക്ക് വാങ്ങിച്ചു തരുമോ? വേണ്ട, അമ്മയുടെ വേറെ സാരി ഉണ്ട്, നീ ചൂണ്ടിക്കോ അതൊക്കെ പോയിട്ട്. ഈ കളർ മാച്ചിൽ പിടിച്ചോ. അമ്മ വിശ്വസിച്ച് കാണൂ? അമ്മ എന്നല്ല, ഈ വീട്ടിലുള്ള സർവ്വ മണ്ടന്മാരും വിശ്വസിച്ച് കാണും. എന്തുവാടേ? അല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും വിശ്വസിച്ച് കാണുമെന്ന് പറയുമായിരുന്നു. ഇനി ആ മനോഹരനെങ്ങാനും വല്ല മണ്ടത്തരം കാണിച്ചാലാണ് പുളിക്കും. ഞാനേ ആ ഫോൺ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ നമ്പർ ബ്ലോക്ക് ചെയ്ത്, അത് കഴിഞ്ഞ് കോൾ രജിസ്റ്റർ കയറി ആ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് അവന് കൊടുത്തത്. കാഞ്ഞ ബുദ്ധിയാ നിങ്ങൾക്ക്. ഓ പ്രകാശി, അച്ഛവിടെ നിൽക്ക്. വേണമെങ്കിൽ വീട്ടിൽ കയറ്റാൻ പറ്റൂല കേട്ടാ. ഇതേ പ്രകാശി, നിങ്ങളുടെ മോനായതുകൊണ്ടാണ് ഇവരെ ഞാൻ കാലേ വരി നിലത്തടിക്കാത്തത്. അങ്ങനെ കാല് വാരാ. നീ ഇവന്റെ കാല് വാരിയോടാ? എന്തായി കാല് വാരി അച്ഛാ, കാല് വാരി. എന്തോ പ്രശ്നം? അശ്വനോട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ നോട്ടിന്റെ കേസ്, 5 രൂപ. ആ 5 രൂപ കൊടുത്ത് 50 രൂപ കിട്ടുന്ന കാര്യം. ആ കേസ് തന്നെ. അത് ഞാൻ അങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു 5 രൂപ തരുമെന്ന് ചോദിച്ചായിരുന്നു. എന്നിട്ടെന്തുവാ? അങ്ങള് പൈസ തന്നില്ല, എന്നിട്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു. അതായത് അവിടെ പോയി കഴിഞ്ഞ് ഉടായ്പാണ് കിട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചുമ്മാ പറ്റിച്ചു വിട്ടു. നക്കാപ്പിച്ച 5 പൈസ പോലും കയ്യിൽ നിൽക്കാനില്ലാത്ത ഇവന്റെലാണ് നീ 5 രൂപ ചോദിച്ചത്. അതൊക്കെ പോടാൻ നോക്കാം. എന്നോട് പിന്നെ കമ്മീഷൻ ചോദിച്ചു, നോട്ട് കിട്ടുവാണെങ്കിൽ. എന്തുവാടേ? അല്ല പ്രകാശി, നമ്മൾ ഈ ബിസിനസ്സുകാരല്ലേ, അപ്പൊ നമ്മൾ ഏത് കാര്യത്തിലും കമ്മീഷൻ ചോദിക്കുമല്ലോ. പ്രകാശാണ് ചോദിക്കല്ലേ കമ്മീഷൻ? ചോദിക്കും. കമ്മീഷന്റെ കേസ് പോട്ടെ, എന്നെ പറ്റിച്ചു വിട്ടിട്ട് അമ്മയുടെ ചോദിച്ചു 5 രൂപ. എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി സ്ഥലം വിട്ടു. നീ പുഷ്പയുടെ പൈസ മേടിച്ചാ? 2-5 ആ പൈസ എനിക്ക് 2 പൈസ, എനിക്ക് ആ പൈസ ഇപ്പൊ തന്നെ കിട്ടണം. ഓട്ടെ മക്കളെ, അച്ഛൻ ശരിയാക്കി തരും. എന്റെ ഉണ്ടെങ്കിൽ ഞാൻ തന്നേടാ, ഞാൻ അതിന് നാരങ്ങളും അങ്ങനെ കുടിച്ചു. പോക്കറ്റ് കാണൂല. ഇല്ലടാ, നോക്കി ഒറ്റ പൈസ പോലും നോക്കി. പിത്തക്കാളിയാടാ, 5 പൈസ. അത് ചുമ്മാ തവളല്ലേ. നീ വെറുതെ അതിന്റെ പേരിൽ ഇവനുമായിട്ട് വഴക്കിടാൻ നിൽക്കണ്ട. അച്ഛൻ തന്നോളാം, പറഞ്ഞില്ലേ? അച്ഛൻ തരാ. ആരായാലും തന്നാ മതി. നീ ധൈര്യമായിട്ട് പോക്കോ. ഉടായ്പ കൊണ്ട് ഉറങ്ങില്ല. എടി വിലാസിനി, ഞാനിപ്പോൾ ഇട്ട സാരി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നല്ലതല്ലേ? എനിക്ക് ആ പുഷ്പക്കാലം ചെത്തി ഒരുങ്ങി പോകണം. അമ്മേ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്തുവാടോ? അമ്മയെ വിളിക്കാത്ത കല്യാണത്തിന് ഞാനും പോകുന്നില്ല. നീ പോകുന്നില്ല, പോണ്ട. ഞാൻ എന്തൊക്കെയാലും പോകുന്നുണ്ട്. തീരുമാനം മാറിയ? ആ അമ്മ ഇവിടെയുള്ള പലതും അമ്മയെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യും. അമ്മ ഒന്നും കേൾക്കരുത്, അമ്മ പോകരുത്. അമ്മ നിസാര വിലയാണോ അമ്മയ്ക്കുള്ളത്? ആ കുട്ടമാൻ കാണിച്ച ശരിയാണോ? എന്റെ കുട്ടനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. കുട്ടനാ? ഇവരതിനുള്ള പ്രശ്നമൊക്കെ തീർന്നോ? അതൊക്കെ എപ്പോഴും ശരിയായല്ലേ? ഓ, സാധാരണ അമ്മ അങ്ങനെ മെരുങ്ങുന്നതല്ല. ഇതെങ്ങനെ സാധിച്ചു? മെരുങ്ങാൻ എന്താണാടാ? ഞാൻ ആനയാണോ? നോട്ട് ആന, ബട്ട് കാണ്ടാമൃഗം, ഡിനോസറസ്. അമ്മയെ കുട്ടമ്മാവൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സരസ്വതി നീ കല്യാണത്തിന് വരണം, എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യണമെന്ന്. അത് ഞാൻ അറിഞ്ഞായിരുന്നു, അത് ഞാൻ ഊഹിച്ചായിരുന്നു. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനൊരു മാറ്റം വരില്ലല്ലോ. എടേ, നീ ഏത് സാരിയാണ് കൊടുക്കുന്ന? ഞാൻ ആ ലൈറ്റ് പച്ച കളർ. അത് നിനക്ക് കൊള്ളൂല. നീ ആ കറുത്ത സാരി കൊടുത്താൽ മതി. അത് പഴകിയതാണ്, അത് കൊടുക്കാൻ പറ്റത്തില്ല. അതാ നിനക്ക് നല്ലത്. ഞാൻ കൊടുത്തു വരില്ല. എന്നാ പിന്നെ അമ്മ കൊടുത്തായി. നിനക്ക് ഇഷ്ടമുള്ള ഉടുക്കാതിരിക്കുകയോ ചെയ്തു. ആരങ്ങോട്ട് പോട്ടെ. ചെറിയൊരു കലിപ്പിനുള്ള വഴി ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്ത് പറ്റി? സ്നേഹത്തിലാണല്ലോ. പിന്നെ നമ്മളിപ്പോ സ്നേഹത്തോടെ കല്യാണത്തിലെല്ലാം പോണ്ടതല്ലേ? ഓ, ഭയങ്കരം. നീ അമ്മ പറഞ്ഞ പോലെ കറുത്ത സാരി കൊടുത്താൽ മതി. അത് വേണ്ട കേട്ടാ, ഞാൻ പച്ച സാരി തന്നെ കൊടുത്തോളാം. നിങ്ങൾ അതൊക്കെ വിട്. നിങ്ങളുടെ കുട്ടമ്മാവനെ വിളിച്ചല്ലേ? നൈസായിട്ട് ഞാൻ വിളിച്ചു. നീ പറഞ്ഞു തന്ന പോലെ ഓരോ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഒരു വ്യത്യാസമില്ലാതെ പറഞ്ഞു. ഒരു വ്യത്യാസമില്ല. സംഗതി ഓക്കെ അല്ലേ? സംഗതി ഓക്കെ. ഇനി എനിക്ക് ബുദ്ധിയില്ല നിങ്ങൾ പറയുമോ? നിനക്കല്ലേ ബുദ്ധി. നീ ബുദ്ധി രാക്ഷസി. ബുദ്ധി ലെവലേശയില്ല. അല്ല, ഇതിപ്പം പെണ്ണുങ്ങളെ കാട്ടി ഒരുക്കാന്നല്ല നിങ്ങള്. എടി, നിന്റെ ഒപ്പം ഒരു സ്ഥലത്ത് വരുമ്പോ അതിന് തക്ക രീതിയിൽ ഞാൻ സുന്ദരനാവണ്ടേ? അത് നിങ്ങൾ എത്ര ഒരുങ്ങിയിട്ടും കാര്യമൊന്നുമില്ലേ. അത്രയ്ക്ക് പോറാ എന്നെ കാണാൻ. ഞാൻ വെറുതെ പറയാം, മുടിയൊക്കെ ശരിക്കും ചീകി വെച്ചോ. നിന്നെ കാണാൻ അടിപൊളിയാ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ? പിന്നെ എന്ത് ഭംഗി നിന്നെ കാണാൻ,
എന്റെ ഓമലാളെ. ഞാൻ പിള്ളേരെന്താ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ശരി. ഒരുങ്ങിയാവോ നോക്കട്ടെ എന്താ ചെയ്യുന്നതല്ലടോ.